ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. കേരളത്തിൽ കോഴി ഉൽപ്പാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിലാണ് ഇറച്ചിക്കോഴിയുടെ വിലയിൽ വർധനവുണ്ടായത്. രണ്ടാഴ്ചക്കാലം കൊണ്ട് 30 രൂപയ്ക്ക് മുകളിലാണ് വിപണിയിൽ വില വർദ്ധിച്ചത്. മുൻ വർഷങ്ങളിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സീസണിൽ വിൽപ്പന കുറയുന്നത് മുന്നിൽ കണ്ട് കേരളത്തിലെ കർഷകർ ഇത്തവണ ഉൽപ്പാദനം കുറച്ചു. എന്നാൽ പതിവിന് വിപരീതമായി ശബരിമല സീസണിലെ തണുപ്പുകാലത്ത് കേരളത്തിൽ ഡിമാൻഡ് ഉയർന്നു. ഇതും വില വർദ്ധിക്കാൻ ഇടയാക്കി. ഫാമുകളിൽ നിന്ന് കോഴികളെ വിൽക്കുന്ന കർഷകർക്ക് നിലവിൽ 140 മുതൽ 145 രൂപ വരെയാണ് ലഭിക്കുന്നത്. ചില്ലറ വിൽപ്പനശാലകളിൽ ഇപ്പോൾ 170 രൂപ വരെയുണ്ട്. വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത. ഇറച്ചി കിലോയ്ക്ക് 250 വരെയാണ് വില. സംസ്ഥാനത്ത് ഒരു ദിവസം 24 ലക്ഷം കിലോ കോഴി വേണമെന്നാണ് കണക്ക്. ഇതിന്റെ പകുതി മാത്രമേ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഫാമുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ മാതൃ ഇനങ്ങളിൽ അടുത്തിടെ കണ്ടെത്തിയ രോഗബാധ ഉൽപ്പാദനം കുറയാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. പിന്നീട് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ രോഗബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും ഉൽപ്പാദനത്തിൽ ഇടിവ് നേരിട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.